ഹായ് ഓൾ, എല്ലാവർക്കും വോയിസ് ഓഫ് ഹരികൃഷ്ണൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഡിയസ് ഇറേ, ഡയറക്റ്റഡ് ബൈ രാഹുൽ സദാശിവൻ. പ്രമേഹത്തിൻ്റെയും ഭൂതകാലത്തിൻ്റെയും റെഡ് ട്രെയിനിൻ്റെയൊക്കെ സെയിം ഡയറക്ടർ തന്നെയാണ്. പ്രൊഡക്ഷൻ വൈ നോട്ട് സ്റ്റുഡിയോസ്, നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് പ്രൊഡക്ഷൻ വരുന്നത് പ്രമേഹത്തിൻ്റെ സെയിം പ്രൊഡക്ഷൻ തന്നെയാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർ പ്രണവ് മോഹൻലാലുണ്ട്, പിന്നെ ജിബിൻ ഗോപിനാഥ്, അദ്ദേഹം നല്ലൊരു ക്യാരക്ടറിൻ്റെ ഇത് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള നല്ലൊരു ക്യാരക്ടർ. പിന്നെ ജയ കുറുപ്പ് ഒരു അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ അത് ചെയ്യുന്നുണ്ട്. ക്ലൈമാക്സിലൊക്കെ കാണാൻ പറ്റും. വളരെ ആക്റ്റീവായിട്ട്, അതായത് സ്ലോ ഫേസിൽ പോയിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് അഭിനയിക്കുന്ന കുറച്ച് ഇതൊക്കെ കൊണ്ടുവന്നുണ്ട്. കൊള്ളാം. അവരുടെ കുറച്ച് ഈ അടുത്തുള്ള പടങ്ങൾ വെച്ച് ഭയങ്കര മികച്ച റോൾ അവർ ഇതിനകത്ത് കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ അർജുൻ അജികുമാർ ഒരു പയ്യനാണ്. ഇതിൻ്റെ അകത്തൊരു പ്രത്യേക ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ളൊരു പയ്യനാണ്. ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. കൊള്ളാം. അവൻ്റെ അഭിനയം നന്നായിട്ടുണ്ട്, കാണാൻ കൊള്ളാം. നല്ലൊരു ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത് അതിന്. പിന്നെ പറയാനാണെങ്കിൽ ഇതിനകത്ത് കുറേ ക്യാമിയോസ് ഉണ്ട്. നമ്മുടെ ഭൂതകാലത്തിൽ നിന്നും ബ്രഹ്മയുഗത്തിൽ നിന്നൊക്കെ ക്യാമിയോ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ക്യാമിയോ ഇതിലേക്ക് വരുന്നുണ്ട്. ഒരു ഷെയ്ഡ് യൂണിവേഴ്സാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാര്യം ആ ക്യാരക്ടറിനൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഷൈജു കുറുപ്പ് വരുന്നുണ്ട്, സിനിമയുടെ ക്ലൈമാക്സിൽ വരുന്നുണ്ട്. സ്പോയിലറാണ്, സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി എന്നറിയാം. സ്പോയിലറാണ്, ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൽ നമ്മുടെ ഷൈൻ ടോം ചാക്കോ ഒരു ക്യാമിയോ റോളിൽ വരുന്നുണ്ട്. കൊള്ളാം. അദ്ദേഹത്തിന് അങ്ങനെ സ്ക്രീൻ പ്രസൻസ് ഒന്നുമില്ല, ഒരു ഫോട്ടോ പ്രസൻസ് തന്നെ ഒരു ക്യാമിയോ ആണ്. പിന്നെ സിനിമയിലേക്ക് പറയാനാണെങ്കിൽ ഇതിനകത്ത് വിട്ടുപോയി, ഒരാളൂടെ ഉണ്ട്. നമ്മുടെ ഒരു നടിയുണ്ട്, സുസ്മിത ഭട്ട്. ഒരു സ്പിരിറ്റിൻ്റെ റോളാണ്, കനി എന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഒരു സ്പിരിറ്റിൻ്റെ ഒരു ഇതാണ്. കൊള്ളാം. അവരെ എക്സിക്യൂട്ട് ചെയ്തേക്കണം നല്ല രീതിക്കാണ് എടുക്കുന്നത്. അത്യാവശ്യം അവിടെയൊക്കെ പേടിക്കാൻ തോന്നി, തിയേറ്ററിലായാലും ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ല ഹൈപ്പിലാണ് ഇത് തിയേറ്ററിൽ പോയി കാണാൻ നോക്കിയത്. എന്തുകൊണ്ടോ എനിക്കൊരു ഒരു കൊടുത്ത ഹൈപ്പിനുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല ഈ പടത്തിൽ. എന്തുകൊണ്ടൊക്കെയോ, കാര്യം എവിടെയൊക്കെയോ ഒരു മിസ്സിങ്. കാര്യം ഒന്നാമതൊരു പൂർണ്ണത തോന്നിയില്ല. എന്താ കൊണ്ട് അവസാനിപ്പിച്ച് വെച്ചേക്കണമെന്നുള്ളൊരു പൂർണ്ണത എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഹൊറർ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു ഇമ്പാക്റ്റ് കിട്ടണില്ല. എവിടേക്കോ ഒരു ഇമ്പാക്റ്റ് കുറവ്. കാര്യം സാധാരണ ഒരു ഇപ്പോൾ പ്രമേഹമൊക്കെ കാണുമ്പോൾ കിട്ടണ ഒരു പേടി എന്തുകൊണ്ടും ഇവിടെ കിട്ടില്ല. എന്തൊക്കെയോ ഒരു മിസ്സിങ് എലമെൻറ്റ്സ് പോലെ. മോശമെന്നല്ല, നല്ല മേക്കിംഗ് ആണ്, നല്ല മേക്കിംഗ് ക്വാളിറ്റിയിലെ പടം എടുത്താണ്. ഇതിനകത്ത് എന്താ പറയുക, പ്രണവിൻ്റെ ഒരു വീട് കാണിക്കുന്ന ഇതൊക്കെ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സിക്യൂഷനൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. കോസ്റ്റ് വരുന്നതും ആളെ പേടിക്കുന്നതും, അതായത് അങ്ങനെ കാണിക്കുന്നതൊക്കെ കൊള്ളാം. നല്ലൊരു കളർ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, റെഡിഷ് കളർ ബാക്ക്ഗ്രൗണ്ടിലാണ് പടം മൊത്തം പോകുന്നത്. അത്യാവശ്യം ഡാർക്ക് മൂഡിലിരുന്ന് കാണാൻ അങ്ങനെയൊക്കെ ഉണ്ട്, സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ എന്തോ ഒരു ഇമ്പാക്റ്റ് കിട്ടുള്ള നമുക്കതങ്ങനെ എന്താ പറയുക, എനിക്ക് പേഴ്സണലി തോന്നിയൊരിതായിരിക്കാം. ചിലപ്പോൾ ഞാൻ അതിന് ഓവർ എക്സ്പെക്ട് ചെയ്തൊരു പോയിട്ടിരുന്ന് എനിക്ക് കിട്ടാതെ പോയങ്ങനെയായിരിക്കാം. പലർക്കും പല രീതിയിലായിരിക്കാം. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതുള്ളൂ. പിന്നെ ഇതിൻ്റെ ബീജിയംസ് ഒന്നും ഒരു രക്ഷയില്ല, നല്ല കിട്ടില്ല ബീജ് കാണും. കാര്യം സിറ്റുവേഷൻ അനുസരിച്ചുള്ള ബീജൊക്കെ ചെയ്ത് വെച്ചാൽ കൊള്ളാം, അത് തിയേറ്ററിൽ നിന്ന് കേൾക്കാനുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും കൊള്ളാം. ക്രിസ്റ്റോ സേവർ എന്നുള്ള ഒരാളാണ് ഇതിൻ്റെ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തത്. അത് സമ്മതിച്ചു കൊടുത്തു, നന്നായിട്ട് അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കൊള്ളാം. അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു തിയേറ്ററിൽ കാണാൻ. അത്യാവശ്യം നല്ല സ്ക്രീനിൽ നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു തിയേറ്ററിൽ നല്ല രീതിയിൽ നമുക്കത് ബ്ലെൻഡ് ആവും, സ്കോറിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ട് കേട്ടോ. കാര്യം എനിക്ക് ക്ലൈമാക്സ് അത്രയും കൂടി സെറ്റായിട്ടില്ല. ഇതെന്താ സിനിമ കൊണ്ട് അവസാനിപ്പിച്ച് വെച്ചിരുന്നത് ഇതെല്ലാം എടുത്ത് പറയാനും പറ്റില്ല. കാര്യം ഇപ്പോഴും ഈ പടം കാണാത്ത കാര്യങ്ങളുണ്ടാവും, അതുകൊണ്ട് തന്നെ ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. ഇപ്പോൾ തന്നെ ചെറുതായിട്ട് ഒരാൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മൊത്തത്തിൽ പറയുന്നില്ല. ഇനി ആരെങ്കിലും കാണാത്തതുകൊണ്ട് തിയേറ്ററിൽ പോയി കാണാം. പടം കാണാനുണ്ട്. പ്രണവിൻ്റെ ആക്ടിങ്ങൊക്കെ കൊള്ളാം, പുള്ളിക്കാരനൊരു ആറ്റിറ്റ്യൂഡൊക്കെ പിടിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ലുക്കിലാണ് പുള്ളി കാണാൻ, നല്ല ലുക്ക് ചെയ്യുന്നത് കാണാനായിട്ട്. അത്യാവശ്യം ഒരു റിച്ച് മാൻ ലുക്കാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള എല്ലാ ഒരു ഇത് കാണാനുണ്ട്. അതിൻ്റെ ആറ്റിറ്റ്യൂഡായാലും ഒരു സ്വാഗായിരിക്കും, കൊള്ളാം. പേഴ്സണലി ആ ക്യാരക്ടറൊക്കെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുള്ളൂ, ഒരു അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ എന്തൊക്കെയോ ഒരു മിസ്സിങ് തോന്നി. മേ ബി സെക്കൻഡ് പാർട്ടിലേക്ക് ഇതിൻ്റെ ഒരു കംപ്ലീഷൻ ഉണ്ടാവുമെന്ന് ചിന്തിക്കാം. ഇതിലെ ഭൂതകാലം എന്ന സിനിമയിലെ അതായിട്ട് എന്തോ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് സിനിമ.
അപ്പം എന്തെങ്കിലും ഒരു യൂണിവേഴ്സ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. സോ അടുത്ത പാർട്ടിലേക്ക് അത് മൊത്തത്തിലൊരു കഥയുടെ ഒരു പൂർണ്ണത വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ദീസ് ആർ ഓൾ മൈ പേഴ്സണൽ ഒപ്പീനിയൻ. സോ ഓരോരുത്തരും ഇപ്പോൾ തിയേറ്ററിൽ കാണാത്തവരുണ്ട്, പോയി കാണാം, കമൻറ്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.